ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളം വിവാദമാക്കിയ മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിലവിലെ ഭരണസമിതിയിലെ CPM കോൺഗ്രസ് സഖ്യമെന്ന് തന്നെ പറയാം ഒരാളെ പോലും ജയിപ്പിക്കാതെ 27 സീറ്റും നേടി ഇപ്പോൾ ഭക്തജന സമിതി വിജയിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പ്രതിപക്ഷമില്ലാത്ത ഒരു വിജയമാണ് അവിടെ സംഘപരിവാർ പാനലിന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. നുണപ്രചരണങ്ങളും കള്ളത്തരങ്ങൾക്കും ഭക്തർ നൽകിയ മറുപടി എന്നാണ് വിജയിച്ചവർ ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ. അതായത് ഇതൊരു എതിരില്ലാത്ത വിജയമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഓപ്പറേഷൻ സിന്ദൂർ വിവാദത്തിന് തിരികൊളുത്തിയ മുതുപിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ക്ഷേത്രസഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിലാണ് LDF UDF സംയുക്ത പാനലിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് സംഘപരിവാർ പാനൽ ഒറ്റയ്ക്ക് വൻ വിജയം നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. അതായത് 27 സീറ്റുകളും എതിരില്ലാതെ വിജയിക്കുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ ഒരു വിജയത്തിന് ശേഷം വലിയ തോതിലുള്ള ആഘോഷങ്ങളായിരുന്നു ക്ഷേത്ര പരിസരത്ത് നടന്നത് തന്നെ. എന്നാലും ഇതൊരു ചെറിയ വിജയമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് മുഴുവൻ സീറ്റിലുമാണ് എതിരില്ലാതെ പ്രതിപക്ഷമില്ലാതെ ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുന്നത് 27 സീറ്റുകൾ. ഇതിത്ര ഇമ്പോർട്ടന്റ് ആയതിന് പ്രധാനപ്പെട്ട കാരണം തന്നെയും അത്തപ്പൂക്കളത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയ ആ ഒരു സമയത്ത് വലിയ തോതിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ഭരണസമിതി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അവസാനം പോലീസ് ഇടപെടുന്ന തരത്തിൽ വരെ കാര്യങ്ങൾ മാറി അതൊരു വലിയ വിവാദമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചർച്ചയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിക്ക് കനത്ത തിരിച്ചടി ഏൽക്കുന്ന തരത്തിലോട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയതെന്ന് പറയുന്നത്. അതായത് 27 സീറ്റുകളും സംഘപരിവാർ പാനൽ വിജയിച്ചു കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അവിടെ. അതായത് ഇടതുപക്ഷ വലതുപക്ഷ പാനലിന് നിലം തൊടാനാവാതെയുള്ള ഒരു എതിരില്ലാത്ത വിജയമാണ് അവിടെ ഇപ്പോൾ വിജയിച്ചു കയറിയവർ നേടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും.